Hello friends, welcome back to my YouTube channel. Today's special car for the Honda City Type 2 1.5 വണ്ടിപ്രേമികളുടെ ഇഷ്ടവാഹനമായിട്ടുള്ള ഹോണ്ട സിറ്റി ആണ് നമ്മുടെ ഇന്നത്തെ കൊടുക്കാൻ വേണ്ടി കാണിക്കുന്ന വാഹനം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റിനെ കുറിച്ച്. അപ്പോൾ നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്ത ഒരു കിടിലൻ വണ്ടിയാണ് നമ്മുടെ ഹോണ്ട സിറ്റി ടൈപ്പ് 2 ആണ് 1.5. നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ ഒരു വണ്ടിനെ കുറിച്ച് വീഡിയോ ഒക്കെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നാണ് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഏതായാലും ഈ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ മച്ചാമരെ നമ്മുടെ ഈ അടുത്ത ഒരു ഗീവേ കാര്യങ്ങളൊക്കെ ആയിട്ട് പല ഷോപ്പുകളും പുതിയതായിട്ട് ഓപ്പൺ ചെയ്തേക്കണം, പെരുമ്പാവൂർ കാർസ്, അങ്ങനെ പല ഷോപ്പുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗീവേ കാര്യങ്ങൾ ഞാൻ വഴിയെ പറയുന്നതാണ്. അപ്പോൾ മച്ചാമരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നല്ല കിടിലൻ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2 വന്നിട്ടുണ്ട്. അപ്പോൾ മോഹവണ്ടിയാണ് ഏകദേശം ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2 ഒക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ അടുത്ത ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗീവയുടെ കാര്യമാണ്. നമ്മുടെ ഹോണ്ട സിവിക്ക് ഞാൻ ഗീവയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോളോവേഴ്സ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 250Kയും നമ്മുടെ യൂട്യൂബ് 150Kയും ആകുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിവിക്ക് ഗീവ് എപ്പോഴാണെന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ഒരു മാസം ലാസ്റ്റ്, ഡിസംബർ ലാസ്റ്റ്, ജനുവരി 1 ഒക്കെ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഒരു ഫോളോവേഴ്സ് ആയിട്ടില്ല. ചിലപ്പോഴാവുള്ളൂ ഈ ഒരു മാസം. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് മാറ്റണത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 250Kയും നമ്മുടെ യൂട്യൂബിൽ 150Kയും ആകുമ്പോൾ നമ്മുടെ സിവിക്ക് ഫ്രീ ഗീവേ നിങ്ങളെല്ലാവരും കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു ഗീവേ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അടുത്ത മാസം ലാസ്റ്റൊക്കെ പ്രതീക്ഷിക്കണം. അപ്പോൾ ആ ഒരു ഗീവേ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക, എല്ലാവരും ഷെയർ ചെയ്യുക, പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. പിന്നെ ഫോളോവേഴ്സ് അത്യാവശ്യം കൂട്ടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക കേട്ടോ. പിന്നെ അത് മാത്രവുമല്ല, നമ്മുടെ ഈ ഒരു സിവിക്കിൻ്റെ ഗീവേക്ക് ശേഷം ഇനിയും വേറെ ഒരുപാട് ഗീവേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പല ഷോപ്പുകളായിട്ട് പല കൊളാബ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മച്ചാമാർ. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്മുടെ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക. നമുക്കെന്ന് വെച്ചാൽ 250K കിട്ടിയാൽ മാത്രമേ നമ്മൾ അടുത്ത ഒരു ഗീവേ ഫ്രീ ഗീവേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മച്ചാമാരെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ മസ്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാം കാണാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ റൂൾസൊക്കെ നമ്മുടെ സിവിക്കിൻ്റെ അതിനകത്ത് കുറച്ച് കൂടുതലാണ്. അതൊരു ഫ്രീ കാർ ആയതുകൊണ്ട് തന്നെയാണ്, നല്ല റേറ്റുള്ള നല്ല കിടിലൻ വണ്ടി തന്നെയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ പേര് കളർ ചേഞ്ച് ആക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ പേപ്പർ വന്നിട്ടില്ല, ഒരുപാട് ഡിലേ ഉണ്ട്, ഒരുപാട് പെൻഡിങ് കിടപ്പുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ മാറാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പേര് മാറാനും കളർ ചേഞ്ചും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് കുറച്ച് വെയിറ്റിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം സിവിക്കിൻ്റെ കിടിലൻ വീഡിയോസൊക്കെ വരും. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ഇന്നത്തെ ഒരു കിടിലൻ ഹോണ്ട സിറ്റി ടൈപ്പ് 2 കിടപ്പുണ്ട്. നമുക്ക് ഏതായാലും ആ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞ ഹോണ്ട സിറ്റി ടൈപ്പ് 2 1.5. അപ്പോൾ അത് സ്പെഷ്യലി എടുത്ത് പറയേണ്ട നല്ല കിടിലൻ പെയിൻറ്റിങ് തന്നെയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് ക്ലീൻ പീസാക്കിയ വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല കിടിലൻ അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. പിന്നെ ടയർ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ടയർ തന്നെയാണ്. 4 ടയറും പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെ അടങ്ങുന്നതാണ്. ബ്ലാക്ക് കളർ അലോയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ട് എല്ലാം കുറച്ച് മോഡിഫൈഡ് ആണ്. കുറച്ച് സ്കേർട്ട് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. പിന്നെ ടിൻഡ് ഗ്ലാസ് കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ഇനിയും ഒരുപാട് മോഡിഫൈഡാ അല്ലെങ്കിൽ ഒരുപാട് പണിയ വർക്ക കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഈ ഒരു വാഹനത്തിനില്ല. അതുപോലെ തന്നെ ഈ ഡീക്രോം പെയിൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സൈഡ് പ്ലാറ്റ്ഫോം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ചെറുതായിട്ട് എക്സ്ട്രാ നമ്മൾ ക്യാഷ് നല്ല രീതിയിൽ തന്നെ മുടക്കി ചെയ്ത ഒരു വണ്ടിപ്രാന്തൻ്റെ വണ്ടിയാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് 1.5 ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പവറിൻ്റെ പെർഫോമൻസിൻ്റെയും കാര്യത്തിൽ 1.5 ഉണ്ടാകുന്നൊക്കെ നമ്മുടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരു ക്ലീൻ പീസ് വാഹനം അത്യാവശ്യം നേരെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടോ ഒന്ന് വാഷ് ചെയ്യുക. അതുപോലെ വേറെ കംപ്ലൈൻറ്റോ കാര്യമോ എഞ്ചിൻ പവറായിട്ടോ ഒന്നും ഇല്ലാത്ത ഒരു കിടിലൻ ഹോണ്ട സിറ്റി. പിന്നെ സ്പെഷ്യൽ എടുത്തു പറയേണ്ടത് KL7 വാഹനമാണ്. 8069 ബാക്ക് ടൈലൊക്കെ
നല്ല രീതിയിൽ തന്നെ സ്മോക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്ലീൻ ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഒരു ഡെൻറ്റിങ് അതുപോലെ തന്നെ പെയിൻറ്റിങ് ഒന്നും ഒരു സ്ഥലത്ത് പോലും മങ്ങിയിട്ടില്ല. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഈ ഒരു റേസിംഗ് സ്പോർട്ടി കളർ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്റീരിയർ ഭാഗം നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. ഒരു സ്പെഷ്യലി വെറൈറ്റി കളറായിട്ടുള്ള ഒരു നല്ല കിഡിലൻ സീറ്റുകളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിനും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടാ നോക്കി, നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ട നല്ല ലെതറിൻ്റെ നല്ല സൂപ്പർ ഡിസൈൻ ആയിട്ടുള്ള നല്ല കിഡിലൻ സീറ്റുകളാണ്. എനിക്ക് തോന്നുന്നു ബക്കറ്റ് സീറ്റ് കയറ്റിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒരു നോർമലി സ്മോൾ സ്ലൈസ്ലി മോഡിഫിക്കേഷന് ഒന്നും തന്നെ ഒരുപാട് MBDക്ക് സീനില്ലാത്ത ഒരു ചെറിയൊരു രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി കാറായിട്ട് നമുക്കിത് തോന്നുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ AC പോർഷനും പവർ വിൻഡോസ് 4 ഡോർ എല്ലാം അടങ്ങുന്നുണ്ട്. ഇപ്പോൾ വിൻഡോ ലോക്ക് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലി ഒരു ഗിയർ ലിവർ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്കൊരു സ്റ്റീരിയോ എടുത്ത് മാറ്റിയേക്കുന്നത്. സാധാരണ നോർമൽ സ്റ്റീരിയോ ഉണ്ട്. പിന്നെ അതുപോലെ നല്ല RPM മീറ്റർ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സ്മാർട്ട് ചെറിയൊരു സീറ്റ് ബെൽറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഗ്ലൗ ബോക്സ് അത് കമ്പനി കൊടുക്കണ കേട്ടോ. എല്ലാ ഗ്ലൗ ബോക്സും ഈ ഹോണ്ട സിറ്റി ടൈപ്പ് 2 വന്നതാണ്. പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ബാക്ക് സൈഡ് അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് സ്മോക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡ് അതൊക്കെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. കണ്ടാ സീറ്റൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ. ബാക്ക് ടിൻറ്റ് അതാ ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഇവിടെ വെയിലുള്ളതാണ് ഒരു ബാക്ക് സൈഡ്. അപ്പോൾ തന്നെ ഉള്ളിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ കണ്ടാ പുറത്തേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലൊരു ടിൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും ഇപ്പോൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സീനില്ലാത്ത ടിൻറ്റാണ്, എന്നാലും വണ്ടിക്ക് പറ്റിയ ഒരു ലുക്കിലുള്ള ടിൻറ്റ് തന്നെയാണ്. നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള ടിൻറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മച്ചാമാരെ സ്കേർട്ട് 4 സ്കേർട്ട് ഫുള്ളായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്താ ഈ ഒരു സ്കേർട്ടും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് സ്കേർട്ടും അല്ല ഫുള്ള് 4 സൈഡും സ്കേർട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ട് ചെറിയ മോഡിഫൈഡ് ആണ്. ജസ്റ്റ് ഈ ഒരു ടയർ പുറത്തേക്ക് ചാടിക്കുന്ന ഒരു ടയർ ഇട്ടാൽ നമുക്ക് ജസ്റ്റ് അറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കണത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടും അങ്ങനെ തന്നെയാണ്. എന്താ അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു നോർമൽ ലുക്കിൽ എവിടെയും കൊണ്ടുനടക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഹോണ്ട സിറ്റി ടൈപ്പ് 2 1.5. പിന്നെ ഒരു മോഹവണ്ടിയാണ്. വണ്ടി പ്രേമികളുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റിൽ നിൽക്കുന്ന നല്ല വണ്ടിപ്രാന്തന്മാരുടെ വാഹനങ്ങളാണ് ഈ ഹോണ്ടയുടെ വാഹനങ്ങളെല്ലാം തന്നെ. അതിൽ ഏറ്റവും പ്ലാറ്റ്ഫോമിൽ പരന്നിങ്ങനെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. നല്ല വീതിയും വിസ്താരവും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു സെഡാൻ കാറാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അതുപോലെ തന്നെ ചെറിയ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിൻറ്റിങ് ഏതായാലും വളരെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു എംബ്ലം കളഞ്ഞിട്ടുണ്ട്. അത് ബ്ലാക്കിൽ വെക്കാൻ വേണ്ടിയാണ് ഈ എംബ്ലം തന്നെ കളഞ്ഞേക്കുന്നത്, ലോഗോ. പിന്നെ മച്ചാന്മാരെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ചെറിയൊരു മോഡിഫൈഡ് ആണ്, ഒരുപാടില്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു നോർമൽ ലുക്ക് കൊണ്ടുനടക്കാൻ പറ്റാവുന്ന നല്ലൊരു കിഡിലൻ വണ്ടിയാണ് നമ്മുടെ ഈ ഹോണ്ട സിറ്റി ടൈപ്പ് 2. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ എൻജിൻ ഭാഗം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എൻജിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അതിനകത്ത് അടങ്ങുന്നത്. അപ്പോൾ ജസ്റ്റ് എൻജിൻ റൂം നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നല്ല കാര്യം. നല്ല പെയിൻറ്റിങ് ഒക്കെ വളരെ പക്കയുണ്ട്, ഒന്നും പറയാനല്ല. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ജസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ കാണിച്ചു തരാം. സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഉള്ളുവശം ഒരു ബ്ലൂ കളർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ എൻജിൻ ഭാഗമാണെങ്കിലും ടോപ്പ് സൈഡ് റെഡ് സെറ്റ് ചെയ്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുക്കുന്നവർക്ക് മോഡിഫൈഡ് ചെയ്യണമെങ്കിൽ ഇനിയും ഇവിടെ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് വേണ്ട, ഈ ഒരു ലുക്കിൽ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ബാറ്ററിയും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ബാറ്ററിയാണ്. അതുപോലെ തന്നെ എൻജിനിലേക്ക് കാര്യങ്ങളൊന്നും വലിയ ഒരുപാടായിട്ടില്ല. പിന്നെ ഹോണ്ട വണ്ടിയാണ്, ഇത്രയും പഴയ വാഹനമാണ്. ഇപ്പോൾ ഇത്രയും നാളും ഓടിയിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ് ഈ ഹോണ്ട വണ്ടികൾ. ഒരു കംപ്ലൈൻറ്റോ കാര്യം ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ് നമ്മളൊരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ ജസ്റ്റ് നമുക്കിനി റണ്ണിങ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വില വിവരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. റൂഫ് ടോപ്പൊക്കെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. അത്യാവശ്യം നല്ല റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് മച്ചാമാർ. അപ്പോൾ ഇതൊരു മോഹവണ്ടിയായിട്ട് നമുക്കിനി കൂട്ടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇനിയും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ച് ഹോണ്ട സിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനും ഒരു ഹോണ്ട സിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും മോഡിഫൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ്
എടുത്തേക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഉപയോഗിച്ച നല്ലൊരു കിടിലൻ വണ്ടിയാണ്. പിന്നെ ഇപ്പോൾ ഏതായാലും റണ്ണിങ് കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് വിലവരും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. മച്ചാമാരെ അപ്പോൾ നമുക്കൊരു സൗണ്ട് കാര്യം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അത്യാവശ്യം ചെറിയൊരു മഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള സൗണ്ടാണ്, ഒരുപാട് സൗണ്ട് ഒന്നുമില്ല, എന്നിരുന്നാലും നോർമലി ഉള്ള സൗണ്ടൊക്കെ തന്നെയാണ്. നല്ല കിടിലൻ മഫാണ്. അപ്പോൾ ഏതായാലും നമുക്ക് സൗണ്ട് ഒന്ന് കേട്ടിട്ട് നമുക്ക് റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നല്ല കിടിലൻ സൗണ്ടാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒന്നും കൂടി സൗണ്ട് ഏതായാലും നല്ല കിടിലനായിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ നമുക്ക് ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മച്ചാമാരെ അപ്പോൾ നമ്മുടെ ഹോണ്ട സിറ്റി അത്യാവശ്യം ഇരിപ്പൊക്കെ കിടിലൻ വണ്ടി, ഇരിപ്പൊക്കെ തന്നെയാണ്. ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ പഴയ 2002 വണ്ടി ആയിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഇരിപ്പും അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്, പവർ വിൻഡോസ്, AC എല്ലാമുള്ള വണ്ടിയാണ് നമ്മുടെ ഈ ഹോണ്ട സിറ്റി. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ഡ്രൈവിംഗ് കംഫോർട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഹോണ്ട സിറ്റിയുടെ. അപ്പോൾ ജസ്റ്റ് ചെറിയ റോഡുകളൊക്കെ തന്നെയാണ്, എന്നിരുന്നാൽ നമുക്ക് നോക്കാം. പിന്നെ വണ്ടിക്ക് മഫും കൂടി ഉണ്ട്. അപ്പോൾ നല്ല രസവുമാണ് ഓടിക്കാൻ, മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു വാഹനം ചെറുപ്പക്കാർക്ക് മാത്രമല്ല കേട്ടോ, വളരെ പഴയ ആൾക്കാർക്കും ഈ ഒരു വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്പെഷ്യലി RPM ഒക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ വർക്കിംഗ് ആണ്, എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേ വലുത് വെക്കാറുണ്ട്, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാറ്റിയതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ വലിയൊരു ടച്ച് സ്ക്രീൻ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏതായാലും നമുക്കിന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ചെറിയ മഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് സൗണ്ട് കിട്ടണ്ടെന്നറിയില്ല, മൈക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പോൾ ഡ്രൈവിംഗ് ചെയ്യണേക്ക് പിന്നെ സീറ്റ് ബെൽറ്റ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം, എന്നിട്ട് നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അത്യാവശ്യം ഉള്ളിലേക്കൊന്നും ഒരുപാട് സൗണ്ട് ഒന്നുമില്ല കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. സൗണ്ട് പുറമെ കുറച്ച് നോർമലി ഉള്ള സൗണ്ടൊക്കെ തന്നെയാണ്. ഓടിക്കാൻ പിന്നെ കംഫർട്ടാണ്, കാരണം എന്തെങ്കിലും ഒരു ഹോണ്ട സിറ്റി കിടപ്പുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഓടിക്കാൻ നല്ല കംഫർട്ടും അതുപോലെ തന്നെ ഇരിപ്പും നല്ല സ്ഥലവും സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഒരു ഹോണ്ട സിറ്റിക്ക്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ റോഡുകളൊക്കെ തന്നെയാണ്. നമുക്ക് ഏതായാലും റോഡിലിറങ്ങി ഇതിൻ്റെ റണ്ണിങ്ങും പവറും പെർഫോമൻസും എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നല്ല കളറ് നല്ല മോഡിഫൈഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടും കേട്ടോ വണ്ടി, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ AC ഇട്ടുകൊണ്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെന്താ പറയുക, വണ്ടി നല്ല പരന്ന് കിടക്കണ വണ്ടിയാണ് റോട്ടിൽ. അപ്പോൾ എൻ്റെ എല്ലാ ഹോണ്ട സിറ്റിയും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് ഹോണ്ട സിറ്റിയും ഞാൻ പല വണ്ടികൾ മാറി ഓടിക്കണോണ്ട് എനിക്ക് അറിയാൻ പറ്റും വണ്ടി ഓടിക്കണതിൻ്റെ ഒരുപാട് സ്പേസ് ചെറിയ റോട്ടിലാണെങ്കിലും അത്യാവശ്യം നമ്മൾ നോക്കണം. ഒരുപാട് വീതിയുള്ള വണ്ടിയാണ്. പിന്നെ നല്ല സ്ട്രേറ്റ് റോഡൊക്കെ വെച്ചളക്കാൻ പറ്റും. ഈ ഒരു വണ്ടിയും നല്ല കൂളിംഗ് ആയിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റാവുന്ന നല്ല കിടിലൻ വണ്ടിയാണ്. അപ്പോൾ ഏതായാലും കണ്ടാ ഒരു സൗണ്ട് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ അകത്തേക്ക് വന്നുണ്ട്, എന്നാലും വലിയ സീനൊന്നുമില്ല. പവറൊക്കെ അന്യായ പവറാണ്ട കണ്ട 1.5 നമുക്ക് ആര് ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ കയറി പോവുകയാണ്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 180-90 ആയിട്ടുണ്ട് കേട്ടാ. ഈ ഒരു സ്ഥലം നമ്മുടെ എറണാകുളം ജില്ലയിലാണ് കേട്ടോ. അത്യാവശ്യം പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരുപാട് റീല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെയും നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കും. ഇപ്പോൾ വെയിലായതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ചെയ്തത്. അപ്പോൾ നല്ല ഈ ഒരു പ്ലാറ്റ്ഫോം റോഡൊക്കെ നല്ല കിടലായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി വിവരങ്ങളിലേക്കൊക്കെ വരാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് മസ്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യാം മച്ചാമാരെ. നമ്മുടെ പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ വാഹനം കച്ചവടം ആയാലും ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഗീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗീവ് ആയാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആയിരിക്കും മെയിനായിട്ട് അറിയണത്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു സിവിക് കാറ് ഗീവ് കൊടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മച്ചാമാര്. അപ്പോൾ അത് അടുത്ത ഒരു മാസത്തേക്കൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 250Kയും യൂട്യൂബ് 150Kയും ആവുമ്പോഴാണ് നമ്മുടെ ഒരു ഹോണ്ട സിവിക് ഗീവേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ഒരു മാസത്തേക്ക് ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്നിരുന്നാലും നല്ല രീതിയിൽ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ഇതെന്താണ് ഇത്രയും ഫോളോവേഴ്സ് നോക്കണമെന്ന് എല്ലാവരും ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു ഗീവേ ഇതിന് ശേഷം പല ഷോപ്പുകളായിട്ട്
പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്രയും ഫോളോവേഴ്സ് ആയാൽ മാത്രമേ അടുത്തൊരു ഗീവേക്കും നമുക്ക് പാർട്ടിസിപ്പേറ്റും അതുപോലെ തന്നെ സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഫോളോവേഴ്സ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അടുത്തൊരു മാസം എന്തായാലും സിവിക്കിന്റെ ഗീവേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, വാട്സപ്പ് ചാനലുണ്ട്. സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് വാട്സപ്പ് ചാനൽ ഇപ്പോൾ ഒരു പുതിയൊരു ഫീച്ചറാണ് വാട്സപ്പ് തുടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ ജോയിൻ്റ് ആവുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ എല്ലാ ലിങ്കും അതിനകത്ത് ഇട്ടിട്ടുണ്ട്, യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കൂടി കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ റണ്ണിങ് കണ്ടീഷൻ അത്യാവശ്യം ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു തിരിച്ചെടുത്തിട്ടുണ്ട്, ഒരു സ്ട്രേറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു സ്ട്രേറ്റ് റോഡ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിവരങ്ങളിലേക്ക് കിടക്കാം, എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്നും പറയാനില്ല കേട്ടോ, പെർഫെക്റ്റ് ആണ് വണ്ടി. നല്ല പവർ ഉണ്ട്, നല്ല പിന്നെ പുറമേ നോക്കുമ്പോൾ നല്ല ലുക്കും ഉണ്ട്, നല്ല AC ഒക്കെ ഉണ്ട്, നല്ല കൂളിംഗ് ആണ്. അപ്പൊ മച്ചാമാരെ നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി റണ്ണിങ്ങും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ പറയുക, വരും കാലങ്ങളിലും ഇനിയുള്ള സമയത്തും ഹോണ്ടയെ കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഹോണ്ട സിറ്റി. അപ്പൊ നമുക്കിനി ബാക്കി വിവരങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് ലെങ്ത് ആവണുണ്ട് നമ്മുടെ ഒരു വീഡിയോ. എന്നിരുന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കി കാണുക. കാരണം 2002 മോഡല്, പഴയ മോഡല് വണ്ടിയാണ്. അത്രയും കാലം വർഷം പഴക്കമുണ്ടായിട്ടും യാതൊരു കംപ്ലൈൻറ്റോ കാര്യമോ ഒന്നും ഇല്ലാണ്ട് ഇപ്പോഴും നല്ല ഫാൻ ബേസ് ഉള്ള മോഡിഫൈഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി. ഏത് തരക്കാരും ഏത് പ്രായക്കാരും എടുത്ത് ഓടിക്കാൻ പറ്റാവുന്ന വണ്ടി ഹോണ്ട സിറ്റി. എല്ലാവരും നമ്മളെ നോക്കി ഇരുന്ന് പോകുന്ന വണ്ടിയാണ് ഹോണ്ട സിറ്റി. അപ്പൊ മച്ചാമാരെ ഇതിന്റെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു ഹോണ്ട സിറ്റി മൊത്തത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ്, ഇന്റീരിയർ, എക്സ്റ്റീരിയർ, അതുപോലെ തന്നെ റണ്ണിങ് എല്ലാം കണ്ടു കഴിഞ്ഞ്. അപ്പൊ അതിന്റെ പ്രൈസ് അപ്പൊ എല്ലാവരും അതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ മച്ചാമാരെ ഇത് പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2.35, 2.25 എന്നിരുന്നാലും നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ വണ്ടിക്ക് എന്താ എത്ര പ്രൈസ് എന്ന് ചോദിച്ചപ്പോൾ അതിൽ കുറച്ച് പല സ്ഥലത്ത് പല വണ്ടികൾ കാണും. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ മോഡിഫൈഡ് എല്ലാം ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഇട്ടേക്കുന്നത്. എന്നിട്ടും നമ്മളൊരു ടീം നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യുന്നതായിരിക്കും ഒരു വാഹനത്തിൽ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെന്താ പറയുക, ഇതൊക്കെ വരും തലമുറക്കും അല്ലെങ്കിൽ വരും കാലങ്ങളിലും നല്ല രീതിയിൽ ഡിമാൻഡുള്ള വണ്ടിയാണ്. പിന്നെ മോഹവണ്ടിയുമാണ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോഡിഫൈഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കേർട്ട് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ലുക്കിൽ കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം, ആലോചിക്കുവാണെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറൊന്നും ചെയ്യേണ്ട, ഈ ലുക്കിൽ തന്നെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മോഡിഫൈഡ് ആയിട്ട് തന്നെ ലുക്കിൽ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൊണ്ടു നടക്കാം. അപ്പോൾ നോർമലി ഉള്ള മോഡിഫൈഡ് വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. MBD അങ്ങനെ വലിയ സീനോ പോലീസൊന്നും പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അടുത്ത വർഷം വരെ ഉണ്ട്. പിന്നെ അത് 3rd ഓണർഷിപ്പാണ്, KL7 വണ്ടിയാണ്, 1.5 ആണ്, ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ 2.35, 2.25 ആ റേറ്റൊക്കെയാണ്. നല്ലൊരു നെഗോഷ്യബിൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനം കാണാം, വണ്ടി ഓടിച്ചൊക്കെ നോക്കി ഓക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റെഡിയാക്കി നേരെ നിങ്ങൾക്ക് തന്നു വിട്ടേക്കാം അന്ന് തന്നെ. പിന്നെ നമ്മുടെ ഒരു ഗീവവേ, അടുത്തൊരു ഗീവവേ പല ഷോപ്പായിട്ട് കൊളാബ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകാതെ തന്നെ അടുത്തൊരു ഫ്രീ കാർ ഗീവവേ വരും. അതിനുശേഷം പിന്നെ എൻ്റെ സ്വന്തം ഗീവവേ ഇനിയും വരണ്ട് കേട്ടോ. അപ്പം മച്ചാമാരെ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കാര്യം, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട്, നമ്മുടെ റേറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പുതിയതായിട്ട് വന്ന അടുത്ത വാഹനങ്ങളുടെയൊക്കെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും വന്നത്. അതുപോലെ തന്നെ ഗീവയുടെ കാര്യങ്ങൾ ഇനിയും പല ഷോപ്പുകൾ കൊളാബ് ചെയ്തിട്ടുണ്ട്. കാറ്, ബൈക്ക്, മൊബൈൽ ഫോൺ, അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കരുതൊന്നും. ഫ്രീ ആയിട്ടാണ് എല്ലാം നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തന്നത്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.